മീഖ 6-ാം അധ്യായം 9 മുതൽ 16 വരെ തിരുവചനങ്ങൾ പറക്കുമോ. കർത്താവ് നഗരത്തോട് വിളിച്ചു പറയുന്നത് കേട്ടുവോ? തൻ്റെ നാമത്തോട് ഭയഭക്തിയോടിരിക്കുന്നവർക്ക് താൻ ഉപദേശം പ്രസംഗിക്കുന്നു. ഗോത്രമേ, ശ്രദ്ധിച്ചാലും അധർമ്മിയുടെ ഭവനത്തിലും അനീതിയുള്ളവരുടെ അറകളിലും അഗ്നി. വഞ്ചനയുടെ കുറഞ്ഞ അളവ് പാത്രങ്ങളും എനിക്ക് മറക്കാനാകുമോ? കള്ളത്തുലാസും വഞ്ചനയുള്ള കെട്ടുകളും കൈവശം വയ്ക്കുന്നവനെ എങ്ങനെ നീതീകരിക്കും? നിന്റെ ധനികരെല്ലാം വഴക്കാളികളാകുന്നു. നിന്റെ ദേശവാസികൾ വ്യാജം തന്നെ പറയുന്നു. അവരുടെ വായിലെ നാവ് വഞ്ചന നിറഞ്ഞതത്രേ. ഞാൻ നിന്നെ അതികഠിനമായി അടിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ നിമിത്തം ഞാൻ നിന്നെ നശിപ്പിക്കും. നീ ഭക്ഷണം കഴിക്കും, പക്ഷേ നിനക്ക് തൃപ്തി വരികയില്ല. ഉദരത്തിൽ വിശപ്പ് അവശേഷിക്കും, അതും നിന്നെ വിഷമിപ്പിക്കും. നീ രക്ഷപ്പെടുകയില്ല. നീ നീക്കിവെക്കുന്നതെല്ലാം നാശത്തിന് ഞാൻ നൽകും. നീ വിത നടത്തും, എന്നാൽ കൊയ്യുകയില്ല. നീ ഒലിവ് കായ ആട്ടും, എന്നാൽ എണ്ണ തേക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. നീ മുന്തിരിങ്ങ പിഴിയും, എങ്കിലും കുടിക്കുകയുണ്ടാകുകയില്ല. എന്തെന്നാൽ നീ അമ്രിയുടെ ആജ്ഞ പാലിച്ചു. ആഹാബ് ഗൃഹത്തിൻ്റെ പ്രവൃത്തികൾ നീയും ചെയ്തു. അവരുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി നീ നടന്നു. അതിനാൽ നഗരത്തെ ഞാൻ ഭയവിഹ്വലയാക്കും, അതിലെ നിവാസികളെ ഞാൻ പരിഹാസപാത്രമാക്കും. എൻ്റെ ജനത്തിൻ്റെ നിന്ദ നീ ഏൽക്കുക. ദൈവമേ, ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സർവ്വമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആമേൻ.